തലകുത്തി കിടക്കുന്ന ട്രെയിനില്ലേ അവിടെ. ലോകത്തിലെ ഏറ്റവും പഴയ സസ്പെൻഡഡ് മോണോ റെയിലുകളിലൊന്നാണ് വൂപ്പർട്ടാലിലെ ഈ ഷെബബാൻ. ഇത് ChatGPT പറഞ്ഞാണ്, വേറൊന്നുമല്ല. ട്രെയിൻ പാളം മുകളിലായിരിക്കും, അതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു രൂപഘടന. സംഭവം അടിപൊളിയാടാ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. ഭയങ്കര റോളർ കോസ്റ്റർ എഫക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് ഇനി. ഇത് നമ്മളുടെ വൂപ്പർ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, ആ നദിയുടെ മുകളിൽ കൂടിയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു 13 കിലോമീറ്ററൊക്കെയാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. ഈ യാത്രക്ക് ഒരു പ്രത്യേക മാജിക്കൽ എഫക്റ്റാടാ, വേറൊന്നുമല്ല. കുറേ മരങ്ങളും ഒരു നദിയുടെ മുകളിൽ കൂടി പോകുന്നു, ഇടയിൽ ചെറിയ ചെറിയ പാലങ്ങൾ വരുന്നു, വീണ്ടും നദി. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രസമാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ ഓരോ സ്റ്റേഷനുകളും വിൻറ്റേജ് ലുക്ക് എന്ന് പറഞ്ഞല്ല, അറ്റ് ദ പീക്കാണ്. പിന്നൊരു കാര്യം, ഇതിൽ കയറാനായിട്ട് മറ്റേ എക്സ്ട്രാ പൈസ മറ്റത് മറിച്ചത് അതൊന്നും വേണ്ട, വെറുതെ ഡോയ്സ്ലാൻഡ് ടിക്കറ്റ് മാത്രം മതി. 1950 ടൂഫി എന്ന് പറഞ്ഞൊരു ആന ഈ ട്രെയിനിൽ കൂടി കയറ്റി കൊണ്ടുപോയി. തലകുത്തി കിടക്കുന്ന ട്രെയിനല്ലേ, ആനക്ക് പേടിയായിട്ടാണെന്ന് തോന്നുന്നു. ആന ചില്ല് ഒളിച്ച് പുഴയിലോട്ടൊരു ചാട്ടം ചാടി. ആനക്കൊന്നും പറ്റിയില്ലെന്നാണ് ChatGPT എണ്ണം പറയാൻ പറഞ്ഞത്. നിങ്ങൾ ജർമ്മനി കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കണം വൂപ്പർട്ടാലി. വേറൊന്നുമില്ല, വൂപ്പർട്ടാലി HBFC അല്ല, അവിടെ തന്നെയാണ് ഷെബബാൻ. കയറുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ കണ്ടു, എനിക്ക് സംതൃപ്തിയായി. അടുത്ത വീഡിയോ കാണുമ്പോൾ ചൂസ്.